ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വാണിയപ്പാറ ഉണ്ണി മിശിഹാ ദേവാലയത്തിന് മുമ്പിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു മരണം സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മൃതദേഹം സംസ്കരിക്കാനായി ഇത്തരത്തിൽ കല്ലറ തുറക്കുമ്പോൾ ഒന്നിലധികം മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിൽ ചില വസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി. പിന്നീട് ആ കല്ലറ അതുപോലെ തന്നെ അടച്ചു വെക്കുകയും പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളും സംശയങ്ങളും ദുരൂഹതയുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഇത്തരത്തിൽ ഇടവകാംഗങ്ങൾ തന്നെ രംഗത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വികാരിയോട് ഇതിന്റെ ചുമതലയുള്ള ഗിൽബർട്ട് കൊന്നയിലോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഉൾപ്പെടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് പക്ഷേ അതിനുശേഷം ഇതുവരെയും പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾ പലരും മറച്ചുവെക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതായത് ഒരു ക്രിസ്ത്യൻ മൃതദേഹം സംസ്കരിക്കുന്ന രീതിയിലല്ല ഇവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് മൃതദേഹം എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിലായിരുന്നു ഒരു കുഴിയിൽ തന്നെ 2ഓളം മൃതദേഹങ്ങൾ തോന്നിക്കുന്ന വിധത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇടവകാംഗങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എന്താണ് ഈ സംശയത്തിന് അടിസ്ഥാനമായ കാരണങ്ങൾ? ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുകയും ചെയ്തത്. പക്ഷേ പരിശോധന നടത്തിയിട്ട് പോലും ഇത്തരത്തിൽ സീലിംഗ് ഈ പ്രദേശം കൃത്യമായി സുരക്ഷിതമാക്കാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതായത് ഇത്തരത്തിൽ ഈ പോലീസിന്റെ സംരക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇടവക വികാരിയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അതിരൂപത മേലധികാരികളെയും വിവരം അറിയിച്ചിരുന്നു എന്നാണ്. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാലതാമസം വരുന്നു. മാത്രമല്ല നാട്ടുകാർ ഉൾപ്പെടെ ഇടവകാംഗങ്ങൾ ഉൾപ്പെടെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ കണ്ടെത്തിയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടവപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 4 പേരെങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കടകര പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതെങ്ങനെ അവിടെ വന്നു, അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനെയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അത് അറിഞ്ഞവർ അത് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ആരും പുറത്തു പറഞ്ഞില്ല. എല്ലാവരും സ്വകാര്യമായിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആരും അത് പുറത്താക്കാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ മാത്രമേ അത് വാർത്തയാക്കിയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളും. ഇപ്പം പള്ളിയിൽ പോലീസടക്കം ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. ഞാൻ പോയില്ല. ഇടവക്കാരോട് പിന്നെ വികാരച്ചൻ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ മരിച്ചിട്ടുള്ള എല്ലാ കുടുംബക്കാരെയും വിളിച്ചിട്ട് ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്, ഏത് കുഴിയിലാണ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്നല്ലാത്തതും. ഈ പായ്ക്കകത്ത് പൊതിഞ്ഞ ബോഡി എങ്ങനെ വന്നു എന്നുള്ളതാണ് സംശയം. അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ആയില്ല. അത് പോലീസാണ് സ്ഥിരീകരിക്കുന്നത്, നമ്മളല്ല. നമുക്കതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ പായ്ക്കകത്ത് കിട്ടിയ ഒരു കല്ലറ മറ്റൊരു വസ്തു വരേണ്ട വിഷയമില്ലല്ലോ. പള്ളി വികാരി നിലവിൽ ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ ഇന്നലെ കണ്ട വന്നേ, ഇന്നലെ വൈകിട്ട് കണ്ട വന്നേ, ഇവിടെ ഇല്ലായിരുന്നു. സാധ്യതയെപ്പറ്റി അവർക്ക് അറിയത്തില്ല. അവർ വന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഓരോ ഇടവകയിലും 3 വർഷത്തിൽ കൂടുതൽ ഒരു വികാരി സാധാരണ ഇരിക്കാറില്ല. മാറി പോകുന്നതാണല്ലോ. അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആർക്കും പഴയ ചരിത്രത്തെപ്പറ്റി നിശ്ചയം ഉണ്ടാകില്ല. ഈ കല്ലറയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അതായത് 2003-ലോ 4-ലോ കണ്ടാണ് ആ ഇടവക തുടങ്ങുന്നത്. പള്ളി പണിത് കൊടുത്ത് തന്നെ കല്ലറ പണിതിരുന്നതാണ്. അത് പള്ളിമുറിയുടെ അടിയിലായിരുന്നു. അടിയിലത്തെ നില ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള നിലയ്ക്കാണ്, അവിടെയാണ് കല്ലറ പണിതിരുന്നത്.
അവിടെയാണ് ഈ സംഭവം ഉള്ളത്. അതായത് 60-നും 70-നും ഇടയ്ക്ക് കല്ലറേ ഉള്ളൂ. ഒരു ഇടപെട്ടില്ലായിരുന്നു. അത് ശരിയാണ്, എന്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ്. ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പൊ ഇടപെടുന്നുണ്ടെന്നാണ് അറിയുന്നത്. അന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പം അന്ന് ഇത് ബന്ധപ്പെട്ട വ്യക്തികൾ പോലീസിനെ അറിയിച്ചിരുന്നു. അന്ന് പോലീസ് വന്ന് നോക്കിയിട്ട് വികാരി അച്ഛൻ ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ അച്ഛൻ മരട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യയിൽ എന്തോ ഒരു പ്രോഗ്രാമിന് പോയിക്കുമായിരുന്നു. വരികയല്ല. പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, അത്ര ബന്ധപ്പെട്ട ആരെങ്കിലും ഇല്ലാതെ ഒരു കാരണവശാലും വരികയല്ല. ഒരു സംഭവം അവിടെ ഉണ്ടാകില്ല. ഉണ്ട്, എനിക്കുണ്ട്, എന്നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവമായിട്ട് ഇതൊരു വാർത്തയാക്കാൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ ഒരു ശവടക്കിയ കല്ലറയിൽ അടക്കുമ്പോൾ അതിന് ചില ഇതൊക്കെ ഉണ്ടല്ലോ, കൃത്യമായി മൂടുന്നു. അതിനുശേഷം എങ്ങനെയാണ്? അല്ല, ഇപ്പോഴത്തെ പുതിയ അല്ല, രണ്ടാള് ഒന്നിച്ചു വരില്ല. അഥവാ അങ്ങനെ വന്നാല് നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 60-നും 70-നും ഇടയ്ക്കുള്ള കല്ലറേ ഉള്ളൂ. ഒരു റൗണ്ട് ഫുള്ളായിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേ തുടങ്ങുവാണ്. കുടുംബക്കല്ലറയല്ല, പൊതുക്കല്ലറാണ്. ഒന്നേ തുടങ്ങുവാണ്. അങ്ങനെ ഒന്നേ തുടങ്ങി എനിക്ക് ഒന്നൊരു 35-40 ഒക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ രണ്ടാമത്തെ കല്ലറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ കല്ലറ പൊളിക്കുമ്പോൾ അതിനകത്ത് മറ്റേ പഴയ ബോഡിയുടെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നുകിൽ അങ്ങ് ചവിട്ടിയിരുത്തി ലെവലാക്കി അതിന്റെ മുകളിൽ ഇച്ചിരി മണലോ അല്ലെങ്കിൽ മറ്റേ അറക്കപ്പൊടി എന്തെങ്കിലും ഇട്ട് ലെവലാക്കിയിട്ട് അതിന്റെ മുകളിലാണ് രണ്ടാമത്തെ ബോഡി. ഒരു കാരണവശാലും മറ്റേ രണ്ട് ബോഡി ഒരിക്കലും ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ എവിടെയില്ല ഉണ്ടാക്കിയത്. ഉണ്ടാകണം. അതൊക്കെ പരിശോധിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നു. പോലീസ് അടക്കം ഉണ്ടാകാൻ വഴിയില്ലല്ലോ. ഒരിക്കലും ഒരു കാരണവശാലും രണ്ടാമത്തെ എന്താണെങ്കിലും പായൽ പൊതിഞ്ഞൊരു ബോഡി നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കല്ലറയിലും ഉണ്ടാകില്ല. അത് തെക്ക് മുതൽ അതെനിക്ക് വന്ന ഒരു 7 കോടി എന്ന് ചിലപ്പോൾ 100-110 ഇടയ്ക്ക് അത്രേ ഉള്ളൂ. അല്ല, ഈ കല്ലറയല്ല, ഈ സിമിത്തേൽ ഈ കല്ലറ ഒന്നേ ഔദ്യോഗികമായിട്ടൊന്ന് ഒരെണ്ണം മാത്രം. അതെ ഒരെണ്ണം. പൊതുക്കല്ലറയാണ്, കുടുംബക്കല്ലറയല്ല. പൊതുക്കല്ലറയാണ്. കുടുംബക്കല്ലറയില്ല ഇവിടെ. ഇല്ല. പൊതുക്കല്ലറ മാത്രമേ ഉള്ളൂ, കുടുംബക്കല്ലറയില്ല. ഞാൻ ഫാദർ ജിൽബർട്ട് കൊന്നയിൽ. ഇത് വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ഉണ്ണിമിശിഹ ദേവാലയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പുറത്തോട്ട് ഇറങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആണല്ലോ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാര് 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ ആ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. അത് പ്രകാരം അവരത് കൃത്യമായിട്ട് നടത്തി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപത എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിന്റെ കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം എല്ലാവരും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയതിനു ശേഷം അന്ന് തന്നെ നമ്മുടെ സിമിത്തേരി ഗ്രില്ല് ചുറ്റും അടവുള്ള സിമിത്തേരിയാണ്, ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിനു ശേഷം കൈക്കാരന്മാര് 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിന്റെ ഒരു റെസിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ? ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിന്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. കല്ലറയിൽ നിലവിൽ കല്ലറയിൽ 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്.
ഏതൊക്കെ കാലയളവിലായിരുന്നു? 2006 ഒരെണ്ണം നടന്നിട്ടുണ്ട്, 2015 ഒരെണ്ണം നടന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കല്ലറയുടെ നമ്പറുകൾ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു, ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമുക്ക് ആ കല്ലറയിൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ഇടവകയിൽ ഒരു കല്ലറയിൽ ഇന്നയാളെ അടക്കിയിട്ടുണ്ടോ എന്ന് സംശയമൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇത്രയും ചെറിയൊരു കാലയളവുള്ള ഒരു ഇടവകയാണ്. അതിനാൽ അത് കൃത്യമായിട്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ക്ലാരിറ്റി ഞങ്ങൾക്ക് ഇന്ന് കിട്ടും. നിലവിൽ 2 പേരെ അടക്കിയിട്ടുണ്ട്. എന്തോ കേട്ടില്ല. അവർ തീർച്ചയായിട്ടും കടക്കും. അവരതിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അത് ഏറ്റവും നല്ല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അന്വേഷണം ഇതുകൊണ്ടാണ് നടത്തുന്നുണ്ട്, പോലീസുകാർ നടത്തുന്നുണ്ട്. സാധാരണ കല്ലറ തുറക്കുന്ന സംശയം തോന്നാൻ ഒരു കാരണമേ ഉള്ളൂ. നമ്മുടെ കത്തോലിക്ക രീതി അനുസരിച്ച് നമ്മൾ സംസ്കരിക്കുമ്പോൾ ഒരു പെട്ടിയുടെ മുകളിൽ വേറൊരു പെട്ടി അടക്കാറില്ല. ആ പെട്ടി കൃഷി ചെയ്ത് അതിന്റെ മുകളിൽ അറക്കപ്പൊടി ഇട്ട് വെള്ളത്തുണി വിരിച്ച് ഭംഗിയാക്കിയതിനു ശേഷം മാത്രമേ അടക്കാറുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞങ്ങൾ അറിയിച്ചത്. പായ പൊതിഞ്ഞൊരു രീതി ഞങ്ങൾക്കില്ല. പക്ഷെ വേറെ കാരണമുണ്ട്. അത് ചിലപ്പോൾ വല്ല പോസ്റ്റ്മോർട്ടം നടന്നു ഒരാൾ, ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ മനസ്സിലായത് പോസ്റ്റ്മോർട്ടം നടന്ന ഒരാൾ ആ കല്ലറ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അയാൾ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പായയിൽ പൊതിഞ്ഞ് അടക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. അത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും. പ്ലാസ്റ്റിക് ബാഗിലല്ല, ഫോട്ടോയിൽ കാണും പായയിലാണ്, പുൽപ്പായാണ്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ അടക്കാറില്ല. പക്ഷെ വേറൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളുണ്ട് എന്ന് മനസ്സിലായി. അയാളെ അങ്ങനെ ചിലപ്പോൾ അടക്കിയിട്ടുണ്ടാവും. 2015 ഒരുമിച്ച് 2 ബോഡി അങ്ങനെ വരുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നിയത്. പായൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ലല്ലോ അല്ലെ? ബാഗിൽ പൊതിഞ്ഞിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ ഉറപ്പ് ഞങ്ങളല്ലേ ആദ്യം പോയി പരാതി കൊടുത്തത്. അത് ഞങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയല്ലേ കൊടുത്തത്. എല്ലാ നടപടികളും സഹകരിക്കും. അതിനകത്ത് ഞങ്ങൾക്കല്ലേ ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എങ്ങനെ സംശയമുണ്ടോന്ന്? ഞങ്ങളുടെ അസംഷൻസ് അതിനകത്ത് ഞങ്ങൾക്കൊരു സംശയം തോന്നി. അത് കൃത്യമായി രൂപതേനെ അതിരൂപതനെ അറിയിച്ചു. രൂപത പറഞ്ഞ് അടിയന്തരമായിട്ട് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു. അടിയന്തരമായിട്ട് പോലീസിനെ അറിയിച്ചു. ബാക്കി നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അറിയില്ല. ഞങ്ങളുടെ ഒരു ശാന്തമായിട്ട് ഇടവകയാണ്. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം അന്തിച്ചു പോയി. ഇത് ഈ പറയുന്ന നാട്ടുകാരും ഞങ്ങളെല്ലാം ഇതിങ്ങനെ കേട്ടപ്പോഴത്തേനും ഒന്ന് അന്തിച്ചു പോയി. അത് എന്താണ് എന്നുള്ളത് ബാക്കി എന്നാന്ന് വെച്ചാൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണമെന്നാണ് പ്രധാനമായും ഇത്തരത്തിൽ പള്ളിയുടെ അധികാരികളും മറ്റു ഇടവകാംഗങ്ങളും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ, കിഴക്കോട്ടുകരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ ആർഡിഒ എത്തി ഇവിടെ മൃതദേഹം അല്ലെങ്കിൽ വസ്തു എന്താണ്, ആ കുഴിയിൽ കണ്ടെത്തിയ വസ്തു എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.